വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം. അപ്പോൾ ഞാനൊരു ചെറിയ സ്റ്റോൾ അപ്ഡേറ്റിനെ കുറിച്ചിട്ട് ഡിസൈൻ ചെയ്യുമായിരുന്നു. നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ, മാതാ അമൃതാനന്ദമയി ബർത്ത്ഡേയിൽ അമൃതവർഷം 72 അതിനൊരു സ്റ്റോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ, ബ്രൗഷർ, അതിനുള്ള ഡിസൈന് ഒക്കെയാണ്. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ ഡിസൈൻ സെക്ഷൻ. അപ്പോൾ ആദ്യം ഞാൻ പ്രോക്രിയേറ്റിൽ പോയിട്ട് ഞാനൊരു പോസ്റ്റർ തയ്യാറാക്കി. അതിൽ സ്റ്റേ ട്യൂൺഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ് ഇത്. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ 72 എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവിൻ്റെ മൊട്ട് വെച്ചിട്ടുള്ള 72 ആണ് എഴുതിയത്. പിന്നെ ബ്രൗഷർ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഡിസൈനാണ് ഇത്. ഇതിങ്ങനെ 2 ഫോൾഡാണ്. ഫസ്റ്റ് ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ ലോഗോ ആൻഡ് അതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസാണ് ബാക്കിൽ. ആൻഡ് ദെൻ അതിൻ്റെ മറിച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് ഞാൻ സെല്ല് ചെയ്യണത് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷനും ഉണ്ട് ഇതിൽ. ആൻഡ് തീംഡ് നോട്ട്ബുക്ക് ഉണ്ട്, നോട്ട് പാഡ് ഉണ്ട്, അമ്മയുടെ കീ ചെയിൻ ഉണ്ട്, ഫെൽറ്റ് പൗച്ചസ് ഉണ്ട്, തീംഡ് ടീഷർട്ട് ഉണ്ട്. അങ്ങനെ പലതും ചെറിയ രീതിയിൽ വെക്കണുണ്ട്, സെല്ല് ചെയ്യണുണ്ട്. ആൻഡ് ഡു കം, ഓക്കെ, ഇഫ് യു ഓൾ ആർ കമ്മിങ് ടു അമ്മാസ് ബർത്ത്ഡേ ടു വിസിറ്റ് ആർ സ്റ്റോൾ ഓൾസോ. അപ്പോൾ ആദ്യം 72 എന്നുള്ളത് ഞാൻ കാര്യം പറഞ്ഞല്ലോ. അത് നമ്മൾ ക്രിയേറ്റീവ് പോയിട്ട് ഓരോ മുല്ലമൊട്ടും ഞാൻ അത് ഇലസ്ട്രേറ്റ് ചെയ്തു. ആൻഡ് ദെൻ ഐ ആ 72 എന്നിട്ടുള്ള രീതിയിൽ ഞാനത് എന്താ പറയുക, ഡിസൈൻ ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ നോട്ട്ബുക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. 72 എന്നുള്ള അമ്മയുടെ ഒരു നോട്ട്ബുക്കാണിത്. ഇത് ഇപ്രാവശ്യം ചെയ്യണതാണ്, വെരി ലിമിറ്റഡ് എഡീഷനാണ്. ഇത് ഈ ഒരു സ്റ്റോളിൽ മാത്രമേ കിട്ടുള്ളൂ. സോ അപ്പോൾ ഇതൊരു പച്ച എന്നുള്ള രീതിയിൽ നമ്മുടെ കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള, അധികം കേരളത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണിത്. പച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര പച്ചപ്പുള്ള ഒരു, കേരളത്തിൽ നല്ല സുഗന്ധം വരുത്തുന്ന ഒരു എന്താ പറയുക, ഡിവൈനായിട്ടുള്ള ഒരു അമ്മ. ആ രീതിയിലാണ് ഞാൻ അതിനെ കൺസിഡർ ചെയ്യണത്. സോ അങ്ങനെ ഒരു രീതിയിൽ അതിനെ പ്ലേസ് ചെയ്തിട്ട് അതിനെ ഡിസൈൻ ചെയ്തു. സോ ഇറ്റ് വാസ് ലിറ്ററൽ ഈസി വെൻ ഇറ്റ് ഒരു മനസ്സിലിങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. ആൻഡ് സോ അങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ഒരു കീ ചെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അത് 3 കളറിലാണ് അമ്മയുടെ കീ ചെയിൻ ഞാൻ ചെയ്യണത്. ഇത് ആദ്യകാലത്ത് ഞാൻ ചെയ്ത ഒരു കീ ചെയിൻ ആയിരുന്നു ഇത്. ആൻഡ് ദെൻ അഗെയിൻ ഐ എം കമ്മിങ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ഇറ്റ് വിത്ത് അമ്മാസ് കീ ചെയിൻ. അമ്മയുടെ അമ്മ എന്നുള്ള എഴുതിയിട്ടുള്ള ഒരു കീ ചെയിനാണിത്. അപ്പം 3 കളർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് അക്ലറിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ലൈറ്റ് വെയ്റ്റ് വുഡൻ കീ ചെയിനാണ്. ബിക്കോസ് കീ ചെയിൻസൊക്കെ നമുക്ക് എന്താ പറയുക, ലോങ് ലാസ്റ്റിങ്ങും അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കീ ചെയിൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് വാട്ട് മൈ പേർപ്പസസ്. അപ്പോൾ എല്ലാവരും സസ്റ്റൈനബിലിറ്റിയുടെ കാര്യങ്ങളൊക്കെ പറയണ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. സോ ഐ തിങ്ക് ദിസ് ഇസ് ഓൾസോ വെരി ഗുഡ് തിങ്. അപ്പോൾ അമ്മ എന്നുള്ളത് ഞാൻ വൈറ്റിലാണ് ഞാൻ അമ്മ എന്ന് എഴുതിയത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ആ നോട്ട്ബുക്കിൽ കണ്ട ഒരു ഡിസൈനൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതിൽ റെഡ് ഹാർട്ട് ഉണ്ട്. ഇതൊരു കീ ചെയിൻ, ഇതൊരു സെറ്റ് ഓഫ് ഗ്രീൻ കീ ചെയിൻസ് ആണ്. അതിന് ബേസിക്കായിട്ട് വൈറ്റും കൊണ്ടുള്ള അമ്മ എന്ന് എഴുതി. എന്നിട്ട് പിന്നെ ഹാർട്ട് വിച്ച് ഇസ് ലൈക്ക് പിങ്ക് ടോൺ. ദെൻ ഐ വെൻറ്റ് ഇൻ ടു അനദർ കളർ വിച്ച് ഇസ് പിങ്ക് ഞാൻ കളർ ചെയ്ത് കളർ ചെയ്തു. ആൻഡ് ദെൻ അഗെയിൻ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അമ്മ എന്ന് എഴുതി. ആൻഡ് ഓറഞ്ച് ഹാർട്ടാണ് കൊടുത്തത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടുത്തത് വരുന്നത് ഓറഞ്ചാണ്. സോ ഐ തോട്ട് ഇറ്റ് ഈസ് റിയലി കോൺട്രാസ്റ്റിംഗ് ആൻഡ് ഓൾസോ ഇറ്റ് കൈൻഡ് ഓഫ് ജെൽസ് വിത്ത് ദി ഹോൾ കീ ചെയിൻ, അമ്മ കീ ചെയിൻ. അപ്പോൾ ഇത് ഞാൻ 3 ഇങ്ങനെ പിങ്ക് കളറിലാണ്, പിങ്കായിട്ടാണ് ഇത് കീ ചെയിൻ. ബട്ട് ആൻഡ് ഓൾസോ ദ കീ ചെയിൻ ഇസ് സ്ക്വയർ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ഡയമണ്ട് അല്ലെങ്കിൽ സ്ക്വയർ കീ ചെയിൻ ആണ്. എഗെയിൻ അനദർ കളർ വിച്ച് ഇസ് ഓറഞ്ച്. ഓറഞ്ചിൽ വൈറ്റിൽ അമ്മ എഴുതിയിട്ട് റെഡ്
ഹാർട്ട്സ് ആണ് ഇത്. അപ്പോൾ ഇതും അതേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ. ആ കളേഴ്സ് എല്ലാം ഒന്നിച്ച് വന്നപ്പോൾ ശരിക്കും ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര ഫീലാണ് ശരിക്കും പറയാൻ വെച്ചാൽ നമ്മളത് ചെയ്ത് വന്നപ്പം. എനിക്ക് കളർ ടോൺ ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഐ ലവ് ദ കളർ ടോൺ ആൻഡ് ടു ബി വെരി കളർഫുൾ വെൻ ഐ കീപ്പ് ഇറ്റ് ഓൺ ദ സ്റ്റോളിൽ ഞാനിപ്പോൾ അറേഞ്ച് ചെയ്യണതും അതൊക്കെ എനിക്ക് ഇനി സെറ്റ് ചെയ്യണം. So I'm just showing you guys how I did the keychain. So this is the keychain. അതാണ് ഫുൾ ഒരു പ്രോസസ്സ് കണ്ട കാരണം അതിൻ്റെ കീചെയിൻ ആണ് പെയിൻറ്റിങ്. ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ഡൺ. ഇതിൽ ഞാൻ റേറ്റ് ഞാൻ വെച്ചേക്കണത് 150 ആണ്. 150ൽ ഒരു കീചെയിൻ ആൻഡ് ഇറ്റ് ഹാസ് എന്താ പറയുക, ഒരു സൈൻ ഉണ്ടാവും ബാക്കിൽ. ലോഗോ വെക്കാൻ ശ്രമിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ സോ ഐ മൈ ഡൂ ദാറ്റ് ആൻഡ് ഐ വിൽ സെൽ ഇറ്റ് ഓഫ്. ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ അടുത്തത് സ്റ്റോളിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചു. സോ ഐ തോട്ട് ഐ ഹാഡ് ദീസ് പെൻറ്റൻ കൈൻഡ് ഓഫ് തിങ്സ്. സോ ദീസ് കൈൻ ബി ഹാങ്ഡ് ഇൻ ദി ടേബിൾ, അല്ലെങ്കിൽ മുകളിൽ ഹാങ് ചെയ്യാൻ പറ്റണ പോലത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു. സോ ഐ തോട്ട് ഓക്കെ ലോഗോ വെച്ചിട്ട് ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ ലോഗോനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹാങ്കിങ് പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇത് ഇത്രയും കളേഴ്സിലാണ് ഞാൻ ചെയ്തുള്ളൂ. ഞാൻ ചെറുതായിട്ടേ ഞാൻ ചെയ്യണുള്ളൂ. ഇത് അവിടെ ഇവിടെയും ലൈക്ക് ഇപ്പോൾ ടു മച്ച് ആയാൽ അതൊരു ടു മച്ച് ഓഫ് ഡിസൈനിങ് ആവും. സോ ഐ തിങ്ക് ലെസ് ഇസ് ബെറ്റർ. അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു അമ്മയുടെ സ്റ്റോളിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി പോകെ ഞാൻ കാണിച്ചു തരും എന്തൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കണതും എന്തൊക്കെ ട്രേസാണ് ഞാൻ യൂസ് ചെയ്യണേ. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി 72 പ്രിപ്പ് വീഡിയോ.